ബിഷപ്പുമാരുടെ പ്രസ്താവനകൾ കേട്ട് രാഷ്ട്രീയക്കാർ ഭയന്ന് പിച്ചും പെയ്യും പറയുന്നതിൻ്റെ കാരണം ഉറച്ച നിലപാടുകളോടും ദീർഘദർശനങ്ങളോടും കൂടി സമൂഹത്തിനും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനും വേണ്ടി സംസാരിക്കുന്ന കത്തോലിക്ക ബിഷപ്പുമാരുടെ വാക്കുകൾ കേരളത്തിലെ ഭരണസിരാ കേന്ദ്രത്തെയും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരെയും ഏതാനും നാളുകളായി ഒരുപോലെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. കൃത്യമായ ചരിത്ര വീക്ഷണത്തോടെ ഒരു പൊതുസത്യം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച തലശ്ശേരി പിതാവ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകൾ ഇപ്പോൾ കേരളത്തിലെ ഭരണകൂടത്തെ വല്ലാതെ ആധി പിടിപ്പിച്ചിരിക്കുകയാണ്. ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ കാപട്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പാംപ്ലാനി പിതാവിൻ്റെ തത്വാധിഷ്ഠിത നിലപാടുകളിൽ വിറളി പിടിച്ച ഇടതു നേതാക്കന്മാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പാംപ്ലാനി പിതാവിൻ്റേതടക്കമുള്ള കത്തോലിക്ക ബിഷപ്പുമാരുടെ നിലപാടുകൾ രാഷ്ട്രീയക്കാർക്ക് ഹാലിളക്കത്തിന് കാരണമാകുന്നതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവർ ഇന്നുവരെ ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നിലപാടുകളിൽ തെല്ലും ചാഞ്ചാട്ടമില്ലാതെ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിന്ന് നീങ്ങുകയാണ് ബിഷപ്പുമാർ. റബ്ബർ വില 300 രൂപയാക്കണമെന്ന ആവശ്യം പോലെ അവർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ ക്രൈസ്തവരെ മാത്രമല്ല പൊതുജനത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ മറച്ചുവെച്ച് അവരുടെ കണ്ണിൽ പൊടിയിടാമെന്ന രാഷ്ട്രീയ കൗശലതയെയാണ് പലപ്പോഴും ബിഷപ്പുമാർ തങ്ങളുടെ പ്രസ്താവനകളിലൂടെ പൊളിച്ചെടുക്കുന്നത്. ഇത്രയൊക്കെ കേട്ടിട്ടും ഉറക്കം തുടർന്നാൽ കാൽക്കീഴിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു നീങ്ങുമെന്ന തിരിച്ചറിവാണ് രാഷ്ട്രീയ പാർട്ടികളെ ഭയചകിതരാക്കിയിരിക്കുന്നത്. ആ അസഹിഷ്ണുത തന്നെയാണ് ജയരാജന്മാരുടെ അടക്കം പ്രസ്താവനകളിലൂടെ വെളിപ്പെടുന്നത്. പൊതുജനങ്ങൾ എത്രത്തോളം പൊട്ടന്മാരാകുന്നുവോ അത്രയും കാലം കൂടെ നിലനിൽപ്പിന് ആയുസ് നീട്ടിക്കിട്ടുന്ന കാലഹരണപ്പെട്ടതും അബദ്ധജടിലവുമായ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങൾ, അഴിമതി, സ്വജനപക്ഷപാതം, ഇതരമത പ്രീണനം എന്നിവയുമായി ശിഷ്ടകാലം ജനത്തെ വഞ്ചിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഉറപ്പിച്ചിരിക്കുന്നവരും ക്രൈസ്തവരെ അവഹേളിച്ചു പോലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ കഴിഞ്ഞാൽ അധികാരം ലഭിക്കുമെന്ന് ധരിച്ചു വച്ചായിരിക്കുന്നവരും ബിഷപ്പുമാരുടെ പ്രസ്താവനകളെ വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് പിച്ചും പേയുമായി നേതാക്കളിൽ നിന്ന് പുറത്തു വരുന്നത്. ബിഷപ്പുമാർ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞാൽ കടപുഴകി വീഴുമെന്ന വല്ലാത്ത ഭയം അവരെ വിഴുങ്ങിയിരിക്കുകയാണ്. കിട്ടിയ അവസരത്തിൽ അഴിമതി കാട്ടി 4 കാശുണ്ടാക്കാൻ പോലും കഴിയാതെ വന്നാൽ രാഷ്ട്രീയക്കാർ കുപിതരാകാതിരിക്കുമോ? ക്രൈസ്തവരുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിലേറിയിട്ട് അവരോട് ചിറ്റമ്മ നയങ്ങൾ കാണിക്കുന്ന സർക്കാരിൻ്റെയോ അവരുടെ അടുത്തൂൺ പറ്റികളുടെയോ നിലപാടുകൾക്കെതിരെ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ ആകമാനം അവഗണിച്ച് നടപടികളെടുത്ത സർക്കാരിനെതിരെ മുൻ തൃശൂർ ബിഷപ്പ് മാർ കുണ്ടുകുളം കൈക്കൊണ്ട നിലപാടുകളും പ്രസ്താവനകളും ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഭരണകൂടത്തെ ശക്തമായി തന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയായിരിക്കെ ഇടുക്കിയിലെ ഭൂസമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇടുക്കി ബിഷപ്പായിരുന്ന മാർ ആനിക്കുഴിക്കാട്ടിലും കൈക്കൊണ്ട തത്വാധിഷ്ഠിത നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിലെ പ്രതിയോഗികൾക്കുണ്ടാക്കിയ പ്രഹരവും അതിനവർ കൊടുത്ത വിലയും ചില്ലറയായിരുന്നില്ല. പാലാ പിതാവ് നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയപ്പോൾ ഭരണകൂടവും പ്രതിപക്ഷവും ഒരുപോലെ പിതാവിനെതിരെ രംഗത്ത് വന്നും പിതാവാകട്ടെ താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നും മുന്നോട്ട് പോയി. പിന്നീട് തീവ്രവാദികൾ കേരളം നാർക്കോട്ടിക് താവളമാക്കിയപ്പോൾ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അറം പറ്റുന്നതായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് പാലാ പിതാവ് സംസാരിച്ചതെന്ന സത്യം കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കിയതോടെ അന്ന് പിതാവിനെ എതിർത്ത ഭരണകൂടവും പ്രതിപക്ഷവും ഒരുപോലെ പരിഭ്രാന്തിയിലായി. കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയായ കണ്ണൂരിലിരുന്ന് ഉറച്ച നിലപാടുകളോടെ സംസാരിക്കുന്ന പാംപ്ലാനി പിതാവിൻ്റെ വാക്കുകളും ഇതേ പ്രസക്തിയോടെ ജനം ഏറ്റെടുക്കുമെന്നും കാര്യങ്ങൾ വളച്ചൊടിച്ച് അവതരിപ്പിച്ച് അതിന് ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്ത് ശരിയായ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാമെന്ന തന്ത്രം വിജയകരമായി നടപ്പിലാക്കിയ CPM-ന് രക്തസാക്ഷികളുടെ പേരിൽ തങ്ങൾ കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരങ്ങളെ കൃത്യമായ വിശകലനങ്ങളിലൂടെ പാംപ്ലാനി പിതാവ് പൊളിച്ചടുക്കിയപ്പോൾ തങ്ങളുടെ രക്ഷകവേഷം പൊളിഞ്ഞടുങ്ങിയെന്ന് തിരിച്ചറിഞ്ഞ CPM കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പിതാവിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് വ്യക്തിഹത്യയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇതൊന്നും BJP ബാന്ധവം മുന്നിൽ കണ്ടല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആ കപ്പൽ ആടി ഉലയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ സഭയ്ക്കുമേൽ കാടിളക്കി വെടിവെച്ചിട്ടും ബിഷപ്പുമാർക്ക് ഒരു കുലുക്കവുമില്ല. വാക്കുകൾ വളച്ചൊടിച്ചും സന്ദർഭത്തിൽ അടർത്തി മാറ്റി ദുർവ്യാഖ്യാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും അവഹേളന പ്രസ്താവനകൾ നടത്തിയും വിഷയത്തെ നേരിടാൻ കഴിയാതെ വ്യക്തിഹത്യ നടത്തിയും പരാജയപ്പെട്ട് തളർന്നു പോവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരും
അവർക്ക് വേണ്ടി കുഴലൂതുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളും അവരോട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സഹതാപം മാത്രമാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാരോടും കുഴലൂത്തു മാധ്യമങ്ങളോടും ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ബിഷപ്പുമാർ പറയുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യൂ. അടർത്തിയെടുത്ത് കിട്ടുന്ന വാക്കുകളെ അല്ല.